ലജ്ജിക്കാനായിട്ട് 1000 കാരണങ്ങളുണ്ട്. ഓരോ നിമിഷവും ലജ്ജിക്കാനായിട്ട് അനവധിയായ കാരണങ്ങളുണ്ട്. നീ നിൻ്റെ സഹോദരനുമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഹോദരനൊക്കെ എന്തെങ്കിലും ക്ലേശം തന്നിട്ടുണ്ടെങ്കിൽ, നീയും അവനും മാത്രമായിരിക്കുമ്പോൾ തിരുത്താന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ പബ്ലിക് കറക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് ഇപ്പോൾ പോലും നമുക്ക് ധാരണയില്ല. അധ്യാപകർ കുട്ടികളെ തിരുത്തുന്നത് എവിടെയാണ്? ക്ലാസ് മുറി വെച്ചാൽ. ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. മനുഷ്യൻ്റെ ഏറ്റവും പുരാതനമായ വികാരങ്ങളിലൊന്ന് ലജ്ജയാണ് തോന്നുന്നു. അപമാനം സംഭവിക്കുമ്പോൾ, അഹിതമായ ചില കാര്യങ്ങൾക്ക് ഇരയാകുമ്പോൾ വസ്ത്രം ഉയർത്തി മുഖം മറക്കുന്ന ഗോത്രവാസികളൊക്കെ ഫലിതമല്ല. ഏദൻ എന്ന് പറയുന്ന സങ്കല്പം ഈ ലജ്ജയില്ലാത്തൊരിടമെന്ന നിലയിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന, അവർ ലജ്ജിതമാകാത്ത ഒരിടമെന്ന നിലയിലാണ് വേദപുസ്തകം ആ ചെറിയ കാലത്തെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നത്. ചെറിയ കാലം തന്നെ ആയിരിക്കണം. യഹൂദ കഥാപാരമ്പര്യത്തിൽ അതിങ്ങനെ ഒരു പകുതി ദിവസം പോലും ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുക. മനുഷ്യന് തൻ്റെ ശുദ്ധിയിലും നൈർമല്യത്തിലും ആത്മാദരവിലുമൊക്കെ ജീവിക്കാനുള്ള നേരം വളരെ ചെറുതാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം ആ കഥാപാരമ്പര്യങ്ങളിൽ അങ്ങനെ ഒരു അനുബന്ധ വിചാരം. തെറ്റ് ചെയ്ത നിമിഷം തൊട്ട് അവരിങ്ങനെ സ്വയം ലജ്ജിതരായി, അവർക്ക് നഗ്നത അപമാനകരമായി മാറിയെന്നൊക്കെയാണ് വേദപുസ്തകം പറയുന്നത്. ശിരസ്സൂനിച്ച് നിൽക്കുക എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും കഠിനമായ ശരീരഭാഷയാണ് ലജ്ജയുടേത്. ഏതോ ചില വ്രതങ്ങൾ ലംഘിക്കുമ്പോൾ മനുഷ്യൻ അവനവനിൽ തന്നെ അനുഭവിക്കുന്ന അപമാനം, ആ നിമിഷം തൊട്ട് തലയുയർത്താനാവാത്ത പോകുന്ന വിധത്തിൽ ഇങ്ങനെ പെട്ടുപോയെന്നുള്ള ഒരു തോന്നൽ, ഇതിലൊക്കെ ഏദൻ അവസാനിക്കുക. ആ ലജ്ജയെ കുറികടക്കാനായിട്ട് അവർ കണ്ടെത്തിയ മാർഗം ഇങ്ങനെ ഇല കൊണ്ട് അരക്കച്ച തുന്നുകയായിരുന്നു. പക്ഷേ ഏതൊരു ഇല കൊണ്ട് തുന്നിയ അരക്കച്ചയ്ക്കും ഇങ്ങനെ വെയിൽ വരുന്നൊരു സമയമുണ്ട്, അതിങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യമായിട്ട് ദൈവം അവർക്ക് ഉടുപ്പ് തുന്നിയതായിട്ടൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നത്. ദൈവം ഒരു തുന്നൽക്കാരനായിട്ട് വന്നിട്ട് അവരുടെ ലജ്ജയുടെ ചരിത്രത്തിലേക്ക് വരികയാണ്. നാണക്കേടിനും ഈ പറഞ്ഞ വസ്ത്രത്തിനും ഉപയോഗിക്കുന്ന ഹീബ്രു പദം ഏതാണ്ട് സാദൃശ്യം പുലർത്തുന്നതാണെന്നൊക്കെയുള്ള ചില വായന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അപമാനത്തെ ഉടുപ്പിക്കാനായിട്ട്, നഗ്ന ഉടുപ്പിക്കാനായിട്ട് ദൈവം ഇങ്ങനെ ഒരുപക്ഷെ മനുഷ്യഭാവനയിലെ ആദ്യത്തെ തുന്നൽക്കാരനായിട്ട് വരികയും ചെയ്യുക. പറഞ്ഞു വരുന്നത് അവനവൻ കണ്ടെത്തുന്ന മാർഗങ്ങൾ, അവനവൻ്റെ ചെറിയ പരിഹാരങ്ങൾ ലജ്ജയുടെ സ്ഥായിയായ പരിഹാരമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. ആദിയിൽ തേക്കിനേക്കാളും ഓക്കിനേക്കാളൊക്കെ ഉയരമുണ്ടെന്നുള്ളൊരു കഥ കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഈ യഹൂദ കഥാപാരമ്പര്യത്തിൽ തെറ്റ് ചെയ്ത നിമിഷം തൊട്ട് ആളിങ്ങനെ ചുരുങ്ങി ഒരു കുറ്റിക്കാട്ടിലൊളിക്കുന്ന വിധത്തിൽ ചെറുതായിപ്പോയെന്നാണ് പറയുക. ഷ്രിങ്ക് ചെയ്ത് പോകുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ പറയത്തില്ല, ഇങ്ങനെ നമ്മളിൽ തന്നെ ചുരുങ്ങിപ്പോവുക. ചിലപ്പോൾ ഈ ഭാരതീയ പാരമ്പര്യങ്ങളൊക്കെ പറയുന്ന കണക്കൊരു പ്രാർത്ഥന, ഇങ്ങനെ ഭൂമി തന്നെ പിളർന്ന് എന്നെ കൊണ്ടുപോകണം എന്നുള്ള പ്രാർത്ഥനയൊക്കെ ഏതൊക്കെ അനുവാദങ്ങളിൽ ലജ്ജിതരായ എല്ലാ മനുഷ്യരും കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലജ്ജയുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കാവുന്ന ചില സൂചനകളുണ്ട്. നമ്മുടെ അൾട്ടിമേറ്റ് റെഫറൻസ് എന്ന് പറയുന്നത് നസ്രത്തിലെ യേശുവാണ്. അവനെ നോക്കിയവരൊക്കെ ലജ്ജിതരായിരുന്നില്ല എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മളിങ്ങനെ യേശുവുമായി ബന്ധപ്പെട്ട ഒരു സങ്കീർത്തനം കണക്ക് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെ യേശുവിനെ നോക്കിയിട്ട് ഈ ലജ്ജയിൽ നിന്ന് പുറത്ത് കടക്കുക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ലജ്ജിക്കാനായിട്ട് 1000 കാരണങ്ങളുണ്ട്. ഓരോ നിമിഷവും ലജ്ജിക്കാനായിട്ട് അനവധിയായ കാരണങ്ങളുണ്ട്. ലജ്ജ എപ്പോഴും വ്യക്തിപരമായൊരു പാളിച്ചയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആവണമെന്നില്ല. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു മൂല്യത്തിന് സംഭവിച്ചിട്ടുള്ള ആ ഒരു ഭംഗിയില്ലായ്മ, നമ്മൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ചില
ആദർശങ്ങൾക്ക് സംഭവിച്ച പാളിച്ചകൾ, നമ്മൾ ഭാഗമായിട്ട് മാറുന്ന ചില സംസ്കാരത്തിൻ്റെ ചില കുലീനമല്ലാത്ത ചില സൂചനകൾ, ഇങ്ങനെ ലജ്ജയ്ക്ക് എപ്പോഴും വ്യക്തിപരമായ കാരണമാവണമെന്നുമില്ല. ഒരു പൊളിറ്റിക്കൽ മെറ്റഫർ എന്ന നിലയിലും ലജ്ജ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്ന ലജ്ജിതന എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ലജ്ജ ഒരുപക്ഷെ മലയാള ഭാഷയിൽ ഒരു കൗതുകമുള്ള ഓമനത്വമുള്ളൊരു വാക്കുകൂടിയാണ്. ഇങ്ങനെ ലജ്ജാവതി എന്നൊക്കെ ഉള്ള പാട്ടുകൾ നമ്മൾ ജാസി ഗിഫ്റ്റിൻ്റെ ഒക്കെ ആ പരിക്കൻ ശബ്ദത്തിൽ സന്തോഷത്തോടെ കേട്ടുള്ളതാണ്. പക്ഷേ ഇത് വളരെ ഹെവി ആയിട്ടുള്ളൊരു മെറ്റഫറൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു പുസ്തകമൊക്കെ ഉണ്ട്. നമുക്കറിയാം, ബംഗ്ലാദേശിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന ലജ്ജ എന്ന് പറയുന്ന പുസ്തകമൊക്കെ വസ്തുതയിൽ ചുറ്റിനുമുള്ള പരിസരത്തിന്, ചുറ്റുമുള്ള ഇക്കോസിസ്റ്റത്തിന് സംഭവിക്കുന്ന ആ പാളിച്ചകളിൽ സംഭവിക്കുന്ന ലജ്ജ അത് പല രീതിയിലാവാം. ഒരിക്കലിങ്ങനെ ഒരു ചെറുപ്പക്കാരൻ കാണാനായിട്ട് വന്നു. അല്ല, വെറുതെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുക. അയാളുടെ ആ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാനായിട്ടുള്ള കാരണം, അയാൾക്ക് പെട്ടെന്നൊരു ദിവസം തോന്നുകയാണ് തൻ്റെ സഹോദരിയേക്കാൾ കൂടുതൽ, തൻ്റെ പെങ്ങളെക്കാൾ കൂടുതലായിട്ട് താൻ പ്രിവിലേജ്ഡാണ്. എല്ലാ കാര്യങ്ങൾക്കകത്തും തനിക്ക് കുറച്ചുകൂടി മുൻതൂക്കം തൻ്റെ വീടിനകത്ത് കിട്ടിയെന്നും, ഒരു സ്ത്രീ എന്ന പെൺകുട്ടി എന്ന നിലയിൽ ഒറ്റ കാരണം കൊണ്ട് തനിക്ക് ലഭിച്ച പലതും അവൾക്ക് നിഷേധിക്കപ്പെട്ടെന്നുള്ള തോന്നലില്ല. ഈ പ്രിവിലേജിനെയൊക്കെ ഓർത്ത് കരയുന്ന ഒരു ചെറുപ്പക്കാരൻ വല്ലാത്തൊരു ഓർമ്മയായിട്ടുള്ളിൽ കിടപ്പുണ്ട്. വാസ്തവത്തിൽ അഭിമാനകരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും രണ്ടാം വട്ടം കാണുമ്പോൾ, ഒന്നുകൂടി അപഗ്രഥിക്കുമ്പോൾ തലകുനിയാനായിട്ടുള്ള കാരണങ്ങളായിട്ട് മാറുന്നുണ്ടോ? നമ്മുടെ ദേശത്ത് തന്നെ ഉള്ള ചില സമീപനങ്ങളൊക്കെ എടുക്കുക. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ മനുഷ്യനെ ഇങ്ങനെ ഹിംസയിലേക്ക്, ജീവൻ നിലനിൽക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന, ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പേരിലൊക്കെ ഹിംസയിലേക്കൊക്കെ വഴുതി ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന, വലിയ ആരവങ്ങളോടുകൂടി ഇങ്ങനെ മനുഷ്യരെ വളയുന്ന ചില സംഭവങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ ഒരു ഭാരതീയ എന്ന നിലയിൽ ചിലപ്പോൾ നമുക്കിങ്ങനെ ലജ്ജ അനുഭവപ്പെടും. ഇപ്പോൾ മാപ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാമല്ലോ. ജോൺ പോൾ സെക്കൻഡ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എണ്ണി മാപ്പ് പറയുമ്പോൾ നമുക്കറിയാം അത് വാസ്തവത്തിൽ ആ വിശുദ്ധനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകളല്ല. അയാളുടെ ഭാവനയിൽ പോലും അത്തരം പാളിച്ചകൾ പറ്റാത്ത വിധത്തിൽ നിർമ്മലനായിട്ട് ഇങ്ങനെ കടന്നുപോയൊരു മനുഷ്യൻ്റെ പേരായത്. എന്നിട്ട് എന്തിനായിരിക്കണം പോപ്പിങ്ങനെ ക്രൂശ് രൂപത്തോട് ചേർന്ന് തൻ്റെ നെറ്റിത്തടം മുട്ടിച്ച് ഇങ്ങനെ കണ്ണീരോടുകൂടി മാപ്പ് പറഞ്ഞിട്ട് സഭയ്ക്ക് ഒരു മാനുഷിക ഘടന എന്ന നിലയിൽ സംഭവിച്ചിട്ടുള്ള ആ പാളിച്ചകൾ ഓർത്താം. അപ്പോൾ പല കാരണങ്ങളുണ്ട്, വ്യക്തിപരവും സംഘാതമായിട്ടുമൊക്കെയുള്ള കാരണങ്ങളായി മനുഷ്യന് തലകുനിയാനായിട്ടുള്ള എല്ലാവിധ കാരണങ്ങളുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് യേശു ഈ മനുഷ്യൻ ലജ്ജിച്ചു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇടപെട്ടെന്ന് ഓർത്താൽ നല്ലതാണ്. അപ്പോൾ പലപ്പോഴും ലജ്ജയുടെ ഒരു പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു പരസ്യയിടത്തിൽ ഒരാൾ അപമാനിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ ലജ്ജയുടെ കാരണമായിട്ട് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ അത്തരം ഒരു പരാമർശത്തിൻ്റെയൊക്കെ പേരിൽ ഒരുപക്ഷെ വളരെയേറെ വ്യസനമുണ്ടാക്കിയൊരു ആത്മഹത്യയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. യേശു പരസ്യയിടങ്ങളിലെ വിമർശനങ്ങളെക്കുറിച്ച് അതിങ്ങനെ ഒരു പ്രത്യേക ഇടത്തിൽ വെച്ച് ഇങ്ങനെ ഒരാളുടെ വസ്ത്രം ഉരിഞ്ഞു പോകുന്ന കണക്കൊരു തോന്നലാണ് അയാൾക്കുണ്ടാക്കുന്നത്. മിക്കവാറും സ്വപ്നത്തിൻ്റെയൊക്കെ അപകടങ്ങളിൽ അങ്ങനെ ഒരു കാര്യം ഇങ്ങനെ മാറി വന്നു. ലജ്ജിതനാകുന്ന മനുഷ്യൻ, ലജ്ജയെ ഭയപ്പെടുന്ന മനുഷ്യനൊക്കെ മിക്കവാറും കാണുന്നൊരു സ്വപ്നം എന്ന് പറയുന്നത് അയാൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഇങ്ങനെ ഉരിഞ്ഞു പോകുന്നതാണ്. വിശേഷിച്ചും ഒരു പൊതുവിടത്തിൽ വെച്ച്, ഒരു അസംബ്ലിയിൽ വെച്ചൊരു കുട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഒരു മുതിർന്ന ഒരാളുടെയൊക്കെ ഇങ്ങനെ വസ്ത്രം ഉരിഞ്ഞു പോകുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ പൊതുവിടത്തിലുള്ള വിമർശനങ്ങളെ പലപ്പോഴും നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നീതീകരിക്കാറുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് ഇത് ഈ മനുഷ്യനിൽ അവശേഷിപ്പിക്കുന്ന ഭാരം, കഠിനമായ വ്യഥയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഒരു ധാരണ ഉള്ളതൊക്കെ നല്ലതായിരിക്കും. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ പരസ്പരം തിരുത്താനായിട്ടുള്ള ഒരു ബാധ്യത നമുക്കുണ്ടെന്ന് പറയുമ്പോൾ പോലും 12,000 വർഷം മുമ്പ് യേശു അതിൻ്റെ കൂടെ ചേർത്തൊരു വരി ശ്രദ്ധിക്കണം. നീ നിൻ്റെ സഹോദരനുമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഹോദരനൊക്കെ എന്തെങ്കിലും ക്ലേശം തന്നിട്ടുണ്ടെങ്കിൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ തിരുത്താന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ പബ്ലിക് കറക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് ഇപ്പോൾ പോലും നമുക്ക് ധാരണയില്ല. അധ്യാപകർ കുട്ടികളെ തിരുത്തുന്നത് എവിടെയാണ്? ക്ലാസ് മുറി വെച്ചാൽ. അവരേതാണ്ട് അവർക്ക് തുല്യരായിട്ടും ഒരു തർക്കം വരുമ്പോൾ തങ്ങളൊരു പ്രതിയോഗി എന്ന നിലയിലുമൊക്കെ വിദ്യാർത്ഥിയെ കാണുന്ന ഒരു സാഹചര്യം ഒന്ന് ഓർത്ത് നോക്കൂ.
തങ്ങളെക്കാൾ ചെറിയ മനുഷ്യരാണെന്നും കുറേ കൂടി ദുർബലമായ ഒരു മാനസിക ഘടനയുള്ളവരാണെന്നും ഒക്കെ ഉള്ളൊരു തോന്നൽ പോലും ഇങ്ങനെ കാര്യമായിട്ട് അവരെ തൊടുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ എല്ലാത്തരം പൊതുവിടങ്ങളിലെ വിമർശനവും ഒഴിവാക്കപ്പെടേണ്ടെന്ന് പറയുന്നൊരു കാര്യം ശ്രദ്ധയിലെടുത്താൽ നല്ലതാണ്. നീയും അവനുമായി മാത്രമായിരിക്കുമ്പോൾ തിരുത്തുക, അല്ലാത്ത എല്ലാ കറക്ഷനും നമ്മൾ വിചാരിക്കുന്ന കണക്ക് തിരുത്തല്ല. വാസ്തവത്തിൽ അത് കൃത്യമായി ഇൻസൾട്ട്, അപമാനമാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഭാഗ്യം കൊണ്ടും അയാളുടെ ഒരു മാനസികാരോഗ്യം കൊണ്ടുമൊക്കെ അയാൾ അത്തരം ഒരു സാഹചര്യത്തെ അതിജീവിച്ചെന്നിരിക്കും. പക്ഷെ എപ്പോഴും ആ ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്നില്ല. വാക്കിൻ്റെ ഒക്കെ വലിയ ഇങ്ങനെ മുനയിൽ ചോരപൊടിയുന്ന മനുഷ്യരുടെ കൃത്യമായിട്ട് കാണുന്ന ഒരാളെന്ന നിലയില്ല, അല്ലെങ്കിൽ അത്തരം മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുള്ള ഒരു ധാരണയുള്ള ഒരാളെന്ന നിലയിൽ വാക്കിനെയൊക്കെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു ബാധ്യത എല്ലാവർക്കും ഉണ്ടെന്ന്. ഇങ്ങനെ അവനവൻ്റെ വാക്കുകൊണ്ട് ഒരാളും ലജ്ജിതരായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അത് അതിനോട് സിറ്റുവേഷനിൽ യേശു എടുത്തിട്ടുള്ള ചില നിലപാട്, വെറുതെ യേശുവിനെക്കുറിച്ചുള്ള സന്തോഷ വർത്താനം കേൾക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഇങ്ങനെ സ്നേഹപൂർവ്വം ഇതിനൊക്കെ കാതോർക്കുന്നത്. ഒന്ന് രണ്ട് ഇടങ്ങളിൽ യേശു സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാടെടുത്താൽ ഇത് മനസ്സിലാകും. ഇപ്പോൾ ശിഷ്യന്മാർ പൊതുവായിട്ട് അവർ ദേശക്കാർ പരിഹസിക്കുന്നൊരു പ്രത്യേക സിറ്റുവേഷനുണ്ട്. സാബത്ത് ദിവസം ഇവരിങ്ങനെ കതിർമണികൾ എടുക്കുക. അപ്പോൾ വസതിൽ കതിർമണികൾ ഭക്ഷിച്ചു എന്നതിനേക്കാൾ കൂടുതലായിട്ട് സാബത്ത് ലംഘിക്കുന്ന ഒരു കാര്യമാണ് അവർ കൂടുതൽ എഫേർട്ട്, കൂടുതൽ ഇങ്ങനെ ശ്രദ്ധ കൊടുത്ത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും ആചാരലംഘനം നടത്തുന്ന ഒരു സംഘം ചെറുപ്പക്കാരെന്ന നിലയിൽ വസ്തുത്തിൽ ഈ അപമാനം വേണമെങ്കിൽ യേശുവിലേക്ക് എത്താവുന്നൊരു അപമാനമാണ്. കുട്ടികളങ്ങനെ വെറുതെ അങ്ങോട്ട് മോശമാകില്ല. കുട്ടികൾക്ക് ശരിയായ ശിക്ഷ നൽകാത്ത ഒരു ഗുരു കൂടെ ഉണ്ട്. നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങളിങ്ങനെ നെല്ലിയാമ്പതിയിലൊക്കെ കുട്ടികളുമായിട്ട് ഒരു വിനോദയാത്രയ്ക്ക് പോവുകയും അവിടെ വെച്ച് ഈ കുട്ടികൾ അളവില്ലാത്ത രീതിയിൽ ഈ ഓറഞ്ചൊക്കെ പറിച്ചും അതിൻ്റെ പേരിലൊക്കെ തോട്ട തൊഴിലാളികൾ വന്നിട്ട് നിങ്ങളുടെ പേരിൽ വന്ന് ഈ കുട്ടികളെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അത് വാസ്തവത്തിൽ കുട്ടികൾക്കെതിരായിട്ടുള്ള ആരോപണമല്ല, ഈ ഒരു വിനോദയാത്രയായിട്ട് വന്ന അധ്യാപകർക്കെതിരായിട്ടുള്ള ആരോപണം തന്നെയാണ്. ഒരു സാധാരണ മനുഷ്യൻ നില നമ്മളെന്താ പറയാൻ പോകുന്നത്? നിങ്ങളായിട്ട് എൻ്റെ പേര് വല്ലാതെ ബുദ്ധിമുട്ടിലാക്കി, അല്ലെങ്കിൽ നിങ്ങളായിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു പേരിന് വലിയ കുറവുണ്ടാക്കി എന്നൊക്കെയല്ലേ നമ്മൾ പറയാൻ പോകുന്നത്. പക്ഷേ വാസ്തവത്തിൽ അത്തരമൊരു ഇതിലോട്ട് യേശു സ്വീകരിച്ചിരുന്ന എല്ലാത്തൊരു നിലപാടുണ്ട്. യേശു അവരെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. യേശു പറയുന്നു, ദാവീദിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലേ? വിശന്നപ്പോൾ ദാവീദും കൂട്ടരും ഇങ്ങനെ ദേവാലയത്തിൽ പ്രവേശിക്കുകയും ദാവീദ് ഇങ്ങനെ പുരോഹിതർക്ക് മാത്രം കഴിക്കാവുന്ന ആ കാഴ്ചയപ്പെടുത്ത് ഭക്ഷിക്കുകയും തൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ അതൊരു എല്ലാ തരത്തിലും ഇങ്ങനെ അത് പ്രഥമ ദൃഷ്ടിയാൽ കുറ്റകരമായൊരു കാര്യമാണ്. മതപരമായ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ കുറ്റകരമായ കാര്യമാണ് ചെയ്തത്. അതിൻ്റെ ഒരു സേക്രഡ് ആയ ചില കാര്യങ്ങളൊക്കെ ലംഘിക്കുന്നൊക്കെയുള്ള സൂചനയുണ്ട്. പക്ഷേ അതിങ്ങനെ യേശു പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കാനും സംരക്ഷിക്കാനും വേണ്ടിയാണ്. വളരെ ചെറിയ ആൾക്കാരാണ് ഈ അപ്പോസ്റ്റലന്മാരെന്നൊക്കെ പറയുന്നത്. ചിത്രകാരന്മാരായിട്ട് വരച്ച് അവർക്ക് കുറേ പ്രായം കൽപ്പിച്ചു കൊടുക്കുന്നത്. വിശേഷം ക്ലാസിക് പെയിൻറ്റിങ്ങിനകത്തൊക്കെ ഇങ്ങനെ വളരെ പ്രായമുള്ള മനുഷ്യരൊക്കെ ആയിട്ടാണ് അപ്പോസ്റ്റലന്മാരൊക്കെ ചിത്രീകരിക്കുന്നത്. അവരുടെ പ്രായം എന്താണെന്നൊക്കെ വെറുതെ നിങ്ങൾക്ക് തന്നെ ഒന്ന് കണ്ടെത്താവുന്നേ ഉള്ളൂ. 15 വയസ്സിന് 24 വയസ്സിനിടയിലുള്ള ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരെ ഏതെങ്കിലും തരത്തിൽ അപമാനത്തിൻ്റെ ഒരു കനലിലേക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരമായിട്ട് അവരിങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ടാണ് അവിടെ ശ്രദ്ധിച്ചത്. ഉറ്റവരെ എന്തെങ്കിലുമൊക്കെ ഒരു അപമാനങ്ങളിൽ പെടുമ്പോൾ എങ്ങനെ അവരെ സംരക്ഷിക്കണമെന്നുള്ളതിൻ്റെ എക്കാലത്തെയും പ്രകാശമുള്ള മാതൃകയായിട്ടാണ് ഞാൻ ആ ഒരു സംഭവത്തെ വായിച്ചെടുക്കുന്നത്. ഇപ്പോൾ വിശേഷം ഇപ്പോഴൊക്കെ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം പലപ്പോഴും പലരുടെ മീതെയും കുറ്റാരോപണം ഉണ്ടാകുമ്പോൾ അത് അവരുടെ തലവരെയെന്നും അതിനകത്ത് ഇടപെടുക എന്നുള്ളത് നമ്മുടെ നീതിബോധത്തിന് നിരക്കാത്ത കാര്യമാണെന്നും ഒക്കെ ഓർത്തിട്ട് പിൻവാങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പലപ്പോഴും ആർക്കു വേണ്ടിയും ഒന്നും കാര്യമായിട്ട് സംസാരിച്ചിട്ടില്ല. ഒരു എന്തുമാത്രം അത്തരം ഇൻസിഡൻസ് ഒരു പക്ഷേ ഈ രാത്രിയിൽ ഞാൻ ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. ലജ്ജ എന്ന രീതിയിൽ ലജ്ജയെക്കുറിച്ച് ഒരു ചെറിയൊരു പുസ്തകം രൂപപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ആ ഒരു ആയുസ്സിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള ലജ്ജാകരമായ സാഹചര്യങ്ങളുടെ ഒരു ഡയറി എഴുത്ത് കണക്കാതെ വാസ്തവത്തിൽ ഇത്രമാത്രം ഇടങ്ങളിലാണ്
നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇടപെട്ട് കഴിഞ്ഞെന്നാൽ അത് നമ്മുടെ ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കുന്നൊക്കെ ഓർത്തിട്ട് നമ്മളിങ്ങനെ മാറി നിന്നിട്ടുള്ള. അപ്പോൾ അടുത്ത കാലത്തൊക്കെ ആയിട്ട് തന്നെ ഒരു ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികൾ നടക്കുമ്പോഴേക്കും അതിങ്ങനെ ഒരു മതപരമായ ഒരു സ്വഭാവത്തിലേക്കോ അല്ലെങ്കിൽ അത്തരം ചില ചായ്വിലോട്ടൊക്കെ പോകുന്നു കഴിയുമ്പോൾ അത് നമ്മുടെ മതേതര സ്വഭാവത്തിൽ നിരക്കാത്തത് കൊണ്ട് അതിനകത്ത് സ്വീകരിക്കേണ്ട ഒരു നിലപാടിനെ കുറിച്ചൊക്കെ നമുക്ക് വലിയ ആശങ്കകളുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നമ്മളുടെ ഒരു സൽപ്പേരിനെ. ഇപ്പോൾ ഗാന്ധിയെക്കുറിച്ചൊക്കെ പറയുന്ന ഏറ്റവും വലിയ ഒരു വിഷമം അതാ. അത്രയും പ്രകാശത്തിലും ഒരുപക്ഷെ വരുന്നൊരു കാലം ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിക്ക് മീതെ ജീവിച്ചിരുന്നു എന്ന് സംശയിക്കുന്ന വിധത്തിൽ വ്യത്യാസമുണ്ടെന്നൊക്കെ, അത്രയും വ്യത്യാസമുള്ള മനുഷ്യനൊക്കെ വലിയ മനുഷ്യരൊക്കെ സാക്ഷ്യം കൊടുത്തിട്ട് ഗാന്ധിയെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മാനുഷികമായ ഒരു പോരായ്മയായിട്ട് പലപ്പോഴും പറയുന്നത് ഈ ഒരു പ്രശ്നമാണ്. ഇങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തൻ്റെ നീതിബോധത്തിൻ്റെ സമഗ്രതയ്ക്കും നിരക്കാത്തത് കൊണ്ട് മനുഷ്യരുടെ ഒറ്റപ്പെടലിലും ആരോപണങ്ങളിലും അപമാനങ്ങളിലും കൂടെ നിന്നിട്ടില്ലെന്നൊരു തോന്നലുണ്ട്. അതിങ്ങനെ വളരെയേറെ ഗാന്ധിയുടെയൊക്കെ ജീവിതത്തെ പഠിക്കുമ്പോൾ അത്തരം ഒത്തിരി സൂചനകൾ നമ്മൾക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ അവരവരുടെ ഒരു സൽപ്പേരൊക്കെയാണ്. തെറ്റിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കഥയ്ക്കകത്തൊക്കെ ഇത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ത്രീയെ കലറിഞ്ഞ് കൊല്ലാൻ വേണ്ടി കൊണ്ടുവരുമ്പോഴേക്കും യേശു പറയുന്നൊരു വാക്ക് അതിൽ തന്നെ ഇങ്ങനെ കാലാതീതമായൊരു സാന്നിധ്യമുള്ള സിഗ്നിഫിക്കൻസ് ഉള്ളൊരു സംഭവം. പാപമില്ലാത്തൊരു കല്ലെറിയട്ടെ. എനിക്ക് തോന്നുന്നു അതോടുകൂടി മനുഷ്യൻ്റെ മീതെ വിധിക്കാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യം റദ്ദാക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് ഒരാളെ വിധിക്കാനായിട്ട്, ഒരാളെ പരിഹസിക്കാനായിട്ട് എന്ത് യോഗ്യതയാണെന്നുള്ളതും അഥവാ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആരുടെയെങ്കിലും മീതെ തീർപ്പുകൾ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആത്മനിഷ്ഠ, നിങ്ങളുടെ ഇൻട്രോസ്പെക്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ജീവിതത്തിൻ്റെ കുഴപ്പം കൊണ്ടാണെന്നൊക്കെ ഉള്ളൊരു വല്ലാത്ത സൂചനയത്. ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമുക്ക് ഈ നിൽക്കുന്ന രണ്ട് പേരാണ് ആ മൈതാനത്ത് നിൽക്കുന്നത്. ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോയ കല്ലുമായിട്ട് വന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ കല്ലിട്ടിട്ട് വളരെ കൃത്യമായിട്ട് ദിവസം പറയുന്ന അതിൻ്റെ ഒരു ഓർഡർ കൂടിയുണ്ട്. ഇങ്ങനെ പ്രായമുള്ളവർ തൊട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് കല്ലിട്ടിട്ട് പോയെന്ന്. കാരണം അവർക്ക് കുറച്ചുകൂടി വിവേകമുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തെ കുറച്ചുകൂടി ഇങ്ങനെ സമാധാനത്തോടെ കാണാനായിട്ട്, സാധ്യമായിട്ട് കാണാനായിട്ടുള്ളൊരു പ്രായത്തിലാണ്. ഓരോരുത്തർ ഇങ്ങനെ കല്ലിട്ടിട്ട് പോകുന്നു. സാധാരണ യേശു ഈ സ്ത്രീയും മാത്രമേ ഉള്ളൂ. അപ്പോൾ യേശു പറയുന്നത് ഇങ്ങനെ, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. എന്തെങ്കിലും തരത്തിൽ അവളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, നിനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് ചോദിക്കായിരുന്നെങ്കിൽ ആ താന്നുപോയ അവളുടെ ശിരസിനെ ഏതെങ്കിലും തരത്തിൽ ഉയർത്താനായിട്ട് അത്തരം നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ സഹായിക്കുന്നില്ല. അപ്പോൾ അവളിങ്ങനെ നേരെ നിൽക്കുക. മനുഷ്യനെ ഏതെങ്കിലും തരത്തിലൊക്കെ ലജ്ജയിൽ പെട്ടുപോയ, ചെറുതും വലുതുമായ ലജ്ജയിൽപ്പെട്ടു പോയ മനുഷ്യർ അതിന് പല ഇൻറ്റൻസിറ്റി കൂടുതലാണ്. ചിലപ്പോൾ അത് വിഷാദം എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ളൊരു മാനസികാവസ്ഥ തൊട്ട് ഈ ആത്മഹത്യ വരെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ലജ്ജയുടെ അതിൻ്റെ കൊയ്ത്താണ് അതിനകത്ത് സംഭവിക്കുന്ന. അപ്പോൾ നഗ്നനെ ഉടുപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത ഒരു സൂചന ഗൗരവമായിട്ട് എടുത്താന്നല്ല. മനുഷ്യരെ ഏതെങ്കിലും തരത്തിൽ പെട്ടുപോകുന്ന, അപമാനിക്കപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ അവരിങ്ങനെ പൊതിയുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. റാപ്പ്. ഓരോരുത്തർ അവരവരുടെ ഒരു കമ്പാഷൻ കൊണ്ട് തങ്ങളുടെ പരിസരത്ത് ഒന്നുകൂടി ഇങ്ങനെ പൊതിയാനായിട്ട് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. നമ്മുടെ ഒരു കാലത്തിനകത്ത് സ്വകാര്യതകൾക്ക് ഒരു മാനവും ആരും കൽപ്പിച്ചു കൊടുക്കുന്നില്ല. സ്വകാര്യത എന്ന് പറഞ്ഞൊരു സംഭവം പോലും ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അതൊരു സങ്കല്പം മാത്രമായിട്ട് മാറും. ഓരോ സെക്കൻഡും നമ്മൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കകത്തൊരു സർവൈലൻസ് ഉണ്ട്. ഇതുവഴി കുറച്ചുകൂടി സുതാര്യമായ ലോകം സൃഷ്ടിക്കുക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഓരോരുത്തരുടെയും ഇങ്ങനെ വസ്ത്രങ്ങൾ ഇല്ലാതെ പോകുന്നൊരു സാഹചര്യത്തിലോട്ട് ഈ കാര്യങ്ങൾ എത്തിയ മനുഷ്യരുടെ രഹസ്യങ്ങളെ സംരക്ഷിക്കേണ്ട, മനുഷ്യൻ്റെ സ്വകാര്യത സംരക്ഷിക്കേണ്ട ചില ബാധ്യത എല്ലാവർക്കും ഉണ്ട്. എനിക്ക് ഈ പള്ളിക്കകത്തൊക്കെ പോലും ഈ പറയുന്ന സർവൈലൻസിൻ്റെ ഒരു അടയാളം ഉണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങനെ CCTV എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. ചിലപ്പോൾ എനിക്ക് വലിയൊരു സങ്കടം തോന്നുന്നൊരു സംഭവം ഇത്. മനുഷ്യന് വാസ്തവത്തിൽ എവിടെയെങ്കിലുമൊക്കെ അവനവനായിട്ടിരിക്കാൻ പറ്റുന്നൊരിടമെന്ന് വെച്ചെന്നാൽ അവൻ പ്രാർത്ഥിക്കുന്ന ഇടവാണ്. അവൻ ചെല്ലുന്ന ആ ക്ഷേത്രമോ ദേവാലയമോ ആ ഇടത്തിൽ പോലും അവനവനായിട്ടിരിക്കാനായിട്ട് പറ്റാത്ത വിധത്തിൽ നിങ്ങൾ യുവർ ഓൺ വാച്ച്, ആരോ ഒരാൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക എന്ന് പറയുന്ന സങ്കല്പം. അപ്പോൾ പല രീതിയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കാലത്ത് നമ്മൾ വായിച്ചെടുക്കേണ്ട ആ
ഒരു വാക്ക് കുറച്ചുകൂടി ഗൗരവമായിട്ട് എടുത്താൽ നല്ലത്, നഗ്നനെ ഉടുപ്പിക്കുക. അത് പുസ്തകം ആരംഭിക്കുന്നത് ആ ഏതൻ്റെ ആ ഒരു ലജ്ജയില്ലാത്ത തരത്തിലാണെങ്കിൽ അത് അവസാനിക്കുന്നതും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ യേശു തന്നെ നഗ്നനായിട്ട് കടന്നുപോയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ആദി നൈർമല്യത്തോടെ ഒരാൾ തിരിച്ചു വരുമ്പോഴേക്കും ലജ്ജിക്കാനായിട്ടൊരു കാരണങ്ങളും അവശേഷിപ്പിക്കാതെ അയാളുടെ നഗ്നത എന്ന് പറയുന്നത് ഈ കുഞ്ഞ് പിറക്കുന്ന കണക്കൊരു അനുഭവമായിട്ടാണ് മാറുക. ഈ വീണ്ടും പിറക്കാന്നൊക്കെ യേശു പറയുന്നില്ലേ. അപ്പോൾ ആ ഒരു വീണ്ടും പിറവിയിലാണ് വാസ്തവത്തിൽ യേശുവിൻ്റെ നഗ്നതയൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്നത്. ആ താഴെയൊക്കെ മനുഷ്യർ കൂടി നിൽക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. പക്ഷേ ലജ്ജിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ട് ഒരാളും എവിടെയും അതിനെ കരുതുന്നില്ല. കാരണം അതൊരു പുതിയ ഏതൻ്റെ ആരംഭമാണ്. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ലജ്ജിപ്പിക്കുകയോ ലജ്ജയ്ക്കുള്ള കാരണങ്ങളുണ്ടെന്ന് കരുതുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ പുസ്തകം അതിൻ്റെ ഒരു പരിസമാപ്തിയിലോട്ടൊക്കെ എത്തുന്നത്. ഈ വലിയ പുസ്തകം ഏതെല്ലാം ആരംഭിച്ച് ഒരു പക്ഷേ ഏതെങ്കിലോട്ട് തന്നെ ഈ കാര്യങ്ങൾ എത്തണം. പുതിയ ആകാശവും പുതിയ ഭൂമി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആയിരിക്കണമല്ലോ. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് ഞാൻ എപ്പോഴും വായിക്കുന്നത് യേശു മരിച്ചു, ഉയർത്തു കഴിയുമ്പോൾ ആ ഉയർപ്പിൻ്റെ ദൂത് പറയാനായിട്ട് അവൻ്റെ കല്ലറയിൽ കാത്തു നിൽക്കുന്ന ഭാഗങ്ങൾ നമ്മൾ മാലാഖമാർ കാത്തു നിൽക്കുന്ന നമ്മൾ വായിച്ച് കേൾക്കുന്നത്. 4 സുവിശേഷങ്ങൾ 3 ഈ മാലാഖമാരാണ് പറയുന്നത്, നിങ്ങളെന്തിനാണ് ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ തപ്പുന്നത്. എന്നാൽ ഒരിടത്ത് മാത്രം നമ്മൾ വായിച്ച് കേൾക്കുന്നത് ഇങ്ങനെ മാർക്കിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നു, ഈ അവിടെ നിൽക്കുന്നത് ഒരു വെള്ളവസ്ത്രം ധരിച്ച ചെറുപ്പക്കാരനാണ്. മാലാഖയാണെന്നുള്ള സൂചന കൊടുക്കുന്നില്ല. ആരാണ് ഈ ചെറുപ്പക്കാരനൊക്കെ നമ്മൾ തപ്പി പുറകോട്ട് പോകുമ്പോൾ 1-2 പേജ് പുറകിലോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിച്ച് കേൾക്കുന്നു, യേശുവിനെ പിടിച്ച രാത്രിയിൽ ഇങ്ങനെ യേശുവിൻ്റെ പിന്നാലെ ഒരാൾ അവനോടുള്ള മതിപ്പും ഒപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പക്ഷേ ചില ജിജ്ഞാസുകളുടെയും പേരിൽ ഇരുട്ടിൽ പതുക്കെ ഈ ആൾക്ക് പിന്നാലെ ഈ ആൾക്കൂട്ടത്തിന് പിന്നാലെ പോവുകയാണ്, പട്ടാള സംഘത്തിന് പിന്നാലെ പോവുകയാണ്. അത്തരമൊരു മനുഷ്യൻ്റെ സാന്നിധ്യം പെട്ടെന്ന് ഈ പട്ടാളക്കാർ തിരിച്ചറിയുകയും ഇയാൾ വസ്ത്രത്തിൽ പിടിക്കുമ്പോൾ ആൾ വസ്ത്രം മുരിഞ്ഞിട്ട് ഓടിപ്പോവുകയാണ്. അങ്ങനെ ഇരുട്ടിലേക്ക്, അപമാനത്തിലേക്ക്, നഗ്നതയിൽ, ലജ്ജയിലേക്കൊക്കെ ഓടിപ്പോയ ആ ചെറുപ്പക്കാരനാണ് അങ്ങനെ പുത്തനുടുപ്പ് ധരിച്ച് പുതുവസ്ത്രം ധരിച്ച് ഇങ്ങനെ അവൻ്റെ ശവകുടീരത്തിൽ നിൽക്കുക. എന്നിട്ട് അവൻ പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേറ്റു. എല്ലാത്തരം അപമാനിതരായ മനുഷ്യർക്കും ഉയർപ്പുണ്ടാവട്ടെ. അത്തരം ഉയർപ്പിൻ്റെ പ്രക്രിയയിൽ അവിടെ നിങ്ങളെ ഒരു ഉപകരണമാക്കി മാറ്റട്ടെ. താങ്ക് യു. ജീവിതം പ്രഭാമയം സന്നിധാനം.